നമ്മള് ഇന്നത്തെ ഈ ഒരു സെഷൻ എന്ന് പറയുന്നത് സെക്കൻഡ് ഇയറിന്റെ സിലബസ് ഡീകോഡിംഗ് ആണ്. നമ്മളുടെ എംകോം പ്രോഗ്രാമിന്റെ ആണ്. അപ്പൊ ഇന്നത്തെ സെഷനിൽ ഈ സെഷൻ ലീഡ് ചെയ്യുന്നത് ഞാൻ രാഖി മാം. അതിനോടൊപ്പം തന്നെ എന്റെ കൂടെ കൊമേഴ്സിലെ തന്നെ അശ്വതി മാം ഉണ്ട്. കൂടാതെ ദുർഗ മാമും ഈ സെഷനിൽ നിങ്ങളുടെ കൂടെ ഉണ്ടായിരിക്കുന്നതായിരിക്കും. അപ്പോൾ നമുക്ക് ഈ അധികം ദീർഘിപ്പിക്കാതെ നമ്മളുടെ സിലബസിനെ കുറിച്ച് ഒന്ന് നോക്കിയിട്ട് വരാം. ഓൾറെഡി നിങ്ങൾ ഇതിനെ കുറിച്ചൊക്കെ അറിയുന്നവരായിരിക്കും. നിങ്ങളുടെ ഫസ്റ്റ്, സെക്കൻഡ്, തേർഡ് സെമ്മിലും ഫോർത്ത് സെമ്മിലും എന്തൊക്കെയാണ് സബ്ജക്ട്സുകൾ ഉള്ളതെന്നും അതിലെന്തൊക്കെയാണ് കാര്യങ്ങൾ ചെയ്യേണ്ടതെന്നുള്ളതൊക്കെ നിങ്ങൾക്ക് കൃത്യമായിട്ടുള്ള ധാരണ ഉണ്ടായിരിക്കും. എന്നിരുന്നാൽ കൂടി നമ്മൾ ഒന്നും കൂടി നിങ്ങൾക്കൊന്ന് റിവൈസ് ചെയ്ത് തരിക ആണ് ചെയ്യുന്നത്. ഓക്കെ, അപ്പൊ ഇന്നത്തെ സിലബസ് ഡീകോഡിംഗ് സെഷൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ മാസ്റ്റർ ഓഫ് കോമേഴ്സ് എംകോം സെക്കൻഡ് ഇയറിന്റെ ആണ്. നിങ്ങൾക്ക് ഇതിൽ എന്താണ് കോഴ്സ്, ബ്ലോക്ക്, യൂണിറ്റ്, ക്രെഡിറ്റ് ഇതൊക്കെ ഒന്നും കൂടി ജസ്റ്റ് റിവൈസ് ചെയ്ത് തരുന്നു. ഓൾറെഡി ഇതിനെ കുറിച്ച് കൃത്യമായിട്ട് ധാരണയുള്ളവരാണെങ്കിൽ കൂടി ഒന്ന് ജസ്റ്റ് നിങ്ങൾക്കൊന്ന് വീണ്ടും നമ്മളൊന്ന് ബ്രഷപ്പ് ചെയ്ത് തരികയാണ്. അപ്പോ ഇതിന്റെ ഒരു മെയിൻ ഒബ്ജക്റ്റീവ് എന്ന് പറയുന്നത്, ഈ ഒരു സെഷന്റെ മെയിൻ ഒബ്ജക്റ്റീവ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് എന്താണ് ശരിക്കും സെക്കൻഡ് ഇയർ എംകോമിന്റെ ഒരു ഹൈറാർക്കി എങ്ങനെയാണ് പോകുന്നത്, എങ്ങനെയാണ് ഇതിലത്തെ കോഴ്സസോള്, ഏതൊക്കെയാണ് കോഴ്സസോൾ എന്നുള്ളത് കൃത്യമായിട്ട് പറഞ്ഞു തരുന്നു. പിന്നീട് നിങ്ങൾക്ക് എങ്ങനെയാണ് നിങ്ങളുടെ ഓരോ സബ്ജക്റ്റിനും ക്രെഡിറ്റ്സ് ഉണ്ടെന്ന് അറിയാം. അതായത് ക്രെഡിറ്റ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എത്ര സമയമാണ് നിങ്ങൾ അതിന് പഠിക്കാൻ വേണ്ടി ചെലവാക്കേണ്ടതെന്നുള്ളത്. സോ അതിന്റെ ബേസിൽ കൃത്യമായിട്ട് നിങ്ങൾക്ക് ഒരു പ്ലാനിങ് നടത്താനായിട്ട് സാധിക്കും. പിന്നെ നമ്മളൊരു ടാർഗറ്റ് ചെയ്തിരിക്കുന്ന ടാർഗറ്റ് എഫേർട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബ്ലോക്കിന്റെ ബേസ് സിലബസ്, ബ്ലോക്സിന്റെ ബേസിലാണ് സിലബസ് നമ്മൾ എന്ത് ചെയ്തിരിക്കുന്നത്, എക്സ്ട്രാക്ട് ചെയ്തിരിക്കുന്നത്. അപ്പൊ നിങ്ങളുടെ അതിന് വേണ്ടിയിട്ട് നമ്മളുടെ ഭാഗത്ത് നിന്ന് തരുന്ന ലേണിംഗ് സപ്പോർട്ടുകൾ എന്തൊക്കെയാണ്, അതേപോലെ തന്നെ എങ്ങനെ നല്ല രീതിയിൽ നിങ്ങളുടെ പഠനം മുന്നോട്ട് കൊണ്ടുപോകാം എന്നുള്ളതാണ് ഈ സെഷനിൽ നമ്മൾ കൂടുതലായിട്ടും നിങ്ങളുടെ സിലബസ് ഡീകോഡിങ്ങിലൂടെ കൺവേ ചെയ്യാനായിട്ട് ഉദ്ദേശിക്കുന്നത്. അപ്പോ ഇതിന്റെ ഒരു മെയിൻ അജണ്ട നിങ്ങളുടെ ഇഗ്നോ സ്ട്രക്ചർ, അണ്ടർ ഇഗ്നോ സ്ട്രക്ചർ എങ്ങനെയാണ്, ബ്ലോക്ക്, യൂണിറ്റ്, ഹയർ, അതിനെ കുറിച്ചുള്ള കൃത്യമായിട്ടുള്ള ധാരണ തരിക. നിങ്ങളുടെ പ്രോഗ്രാമിനെ കുറിച്ചിട്ട് തേർഡ് സെമസ്റ്ററിലും ഫോർത്ത് സെമസ്റ്ററിലും ഉള്ള പ്രോഗ്രാമിനെ കുറിച്ചിട്ട് ഒരു വൈഡ് ആയിട്ടുള്ള ഒരു ഓവർവ്യൂ തരിക. അതേപോലെ തന്നെ സെമസ്റ്റർ 3 കോഴ്സ്, ബ്ലോക്ക്, യൂണിറ്റ് മാപ്പിംഗ് എന്തൊക്കെയാണ്, അതേപോലെ തന്നെ സെമസ്റ്റർ 4 കോഴ്സ്, ബ്ലോക്ക്, യൂണിറ്റ് മാപ്പിംഗ് എന്തൊക്കെയാണ് എന്നുള്ളത്. അതുപോലെ തന്നെ നമ്മുടെ ഭാഗത്തുനിന്ന് ലേൺവൈസിന്റെ ഭാഗത്തുനിന്ന് നിങ്ങൾക്ക് തരുന്ന അക്കാഡമിക് റിസോഴ്സസ് ഉള്ള ലേണിംഗ് സപ്പോർട്ടുകൾ എന്തൊക്കെയാണെന്നാണ് ഈ സെഷനിൽ ഡീറ്റെയിൽ ആയിട്ട് പറയുന്നത്. അപ്പൊ നമുക്ക് ഇഗ്നോ സിലബസ് ഹൈറാർക്കി നമുക്ക് നോക്കാം. നിങ്ങളുടെ പ്രോഗ്രാം എന്ന് പറയുന്നത് നമ്മൾ കഴിഞ്ഞ ഫസ്റ്റ് ഇയറിൽ നിങ്ങളുടെ സിലബസ് ഡീകോഡിങ്ങിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു. പ്രോഗ്രാം എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് എംകോം എന്നുള്ളതാണ്. പലപ്പോഴും നമ്മൾ പ്രോഗ്രാം എന്ന് പറയുമ്പോൾ തെറ്റായ രീതിയിൽ അല്ലെങ്കിൽ കോഴ്സസ് എന്ന് പറയും, കോഴ്സിനെയാണ് നമ്മൾ എംകോം എന്ന് പറയുക. പക്ഷെ ഇഗ്നോയിൽ അങ്ങനെയല്ല. കോഴ്സ് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ഇവിടുത്തെ സബ്ജക്ട്സുകളെയാണ് നമ്മൾ ഉദ്ദേശിക്കുക. അതുപോലെ തന്നെ ഈ ഒരു നിങ്ങൾക്കറിയാം, ഇഗ്നോ എന്ന് പറയുന്നത് ഈ എംകോമിന്റെ പ്രോഗ്രാം എന്ന് പറയുന്നത് സെമസ്റ്റർ വൈസ് ആണ് പ്രോഗ്രാം വരുന്നത്. പക്ഷെ എന്നിരുന്നാൽ കൂടി നിങ്ങൾക്ക് ഈ തേർഡും ഫോർത്തും കൂടി ക്ലബ് ചെയ്തിട്ട് ഫോർത്ത് സെമസ്റ്ററിൽ എഴുതാനും നിങ്ങൾക്ക് പോസിബിൾ ആണ്. പിന്നെ കോഴ്സ് എന്താണ്, ഓരോ സബ്ജക്ട്സിനെ നമ്മൾ എടുത്ത് പറയുന്ന ഒരു പേരാണ് കോഴ്സ് എന്നുള്ളത്. MCO 03, MCO 01, MCO 05 ഇതൊക്കെ നിങ്ങളുടെ കോഴ്സുകളാണ് ആ സബ്ജക്ട്സിന്. പിന്നെ ബ്ലോക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരേപോലെ വരുന്ന ഗ്രൂപ്പ് ഓഫ് യൂണിറ്റ്സിനെ ക്ലബ് ചെയ്തുകൊണ്ട് ഒറ്റൊരു മൊഡ്യൂൾ ആക്കിയിരിക്കുന്നതാണ് ബ്ലോക്ക്. ഈ ബ്ലോക്കിന്റെ ഉള്ളിലാണ് നിങ്ങൾക്ക് എന്ത് വരിക, ആ ബ്ലോക്കിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള യൂണിറ്റ്സുകൾ വരുന്നത്. ഇനി സിലബസ് ഡീകോഡിംഗ് ലെജൻഡ്, നിങ്ങൾക്ക് ഇവിടെ കോഴ്സസ് എന്ന് പറയുന്നത്, കോഴ്സ് എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്താ, തേർഡ് സെമസ്റ്റർ വരുമ്പോൾ കൃത്യം നിങ്ങളുടെ സബ്ജക്റ്റിനെയാണ് നമ്മൾ എന്ത് പറയാ, കോഴ്സ് എന്നുകൊണ്ട് നമ്മൾ ഉദ്ദേശിക്കുന്നത്. പിന്നീട് ആ കോഴ്സിന്റെ ഉള്ളിൽ നിങ്ങൾക്ക് ബ്ലോക്ക് ഉണ്ട്, ബ്ലോക്കിന്റെ ഉള്ളിൽ യൂണിറ്റ്സ് ഉണ്ട്. ഇനി ക്രെഡിറ്റ് എന്ന് പറഞ്ഞാലോ, ഒരു സബ്ജക്റ്റിന് വേണ്ടിയിട്ട് നിങ്ങൾ അലോട്ട് ചെയ്ത് കൊടുക്കേണ്ട സമയം, വെയിറ്റേജ്, അതിന് അസൈൻ ചെയ്ത് നിങ്ങൾ കൊടുക്കേണ്ട സമയമാണ് ഇവിടെ പറയുന്നത്. അപ്പോൾ ഒരു കോഴ്സ് അല്ലെങ്കിൽ ഒരു ക്രെഡിറ്റ് എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത് 30 hours ഓഫ് സ്റ്റഡി ആണ്. അതായത് നിങ്ങൾക്ക് ഒരു സബ്ജക്റ്റിന് നേരെ ഒരു ക്രെഡിറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിന് വേണ്ടിയിട്ട് നിങ്ങൾ 30 മണിക്കൂർ പഠിക്കാനായിട്ട് ചെലവഴിക്കണം എന്നാണ് ഉദ്ദേശിക്കുന്നത്. പിന്നെ നിങ്ങൾക്ക് ഇവിടെ നമ്മൾ ഈ സിലബസ് ഡീകോഡിങ്ങിൽ നിങ്ങളുടെ സബ്ജക്ട് അത് തിയറി സബ്ജക്ട്സ് ആണോ, പ്രാക്ടിക്കൽ സബ്ജക്ട് ആണോ, പിന്നെ അതുപോലെ തന്നെ പ്രൊജക്ട് എന്താണ് എന്നുള്ള കാര്യങ്ങൾ ജസ്റ്റ് ഒക്കെ നമ്മൾ ബ്രീഫായിട്ട് നിങ്ങൾക്ക് പറയുന്നുണ്ട്. അപ്പോൾ ഈ തേർഡ് സെമസ്റ്ററും ഫോർത്ത് സെമസ്റ്ററും, അതായത് നിങ്ങൾ രണ്ടാം വർഷം എംകോമിന്റെ 2ാം വർഷത്തെ കോഴ്സ് എടുക്കുമ്പോൾ മൊത്തമായിട്ട് അതിന്റെ വരുന്ന കോഴ്സ്, അതായത് അതിന്റെ ക്രെഡിറ്റ്സ് എന്ന് പറയുന്നത് 40 ക്രെഡിറ്റ്സ് ആണ് വരുന്നത്. അപ്പൊ ഒരു ക്രെഡിറ്റ് 30 hours ആണ്. അപ്പോ 40 ക്രെഡിറ്റ് എന്ന് പറയുമ്പോൾ 40 × 30 ഏകദേശം 1200 ആണ് നമുക്ക് വരുന്ന ടൈമിങ്. അത്രയും സമയം നിങ്ങളുടെ തേർഡ് സെമസ്റ്ററും ഫോർത്ത് സെമസ്റ്ററും ഫോർത്ത് സെമസ്റ്ററിലെയും സബ്ജക്ട്സുകൾ പഠിക്കാനായിട്ട് നിങ്ങൾ എന്ത് ചെയ്യണം, നിങ്ങൾ മാറ്റി വെക്കേണ്ടതായിട്ട് ഉണ്ട്. ഇനി
ഇവിടെ എംകോം സെക്കൻഡ് ഇയറിലോട്ട് വരുമ്പോൾ എംകോം രണ്ട് ഡിവിഷനാണ് സെക്കൻഡ് ഇയർ എന്ന് പറയുന്നത്. തേർഡ് സെമസ്റ്ററും ഫോർത്ത് സെമസ്റ്ററും. മൊത്തം നിങ്ങൾക്ക് 7 കോഴ്സസോളാണ് നിങ്ങൾക്കുള്ളത്. അതില് 6 തിയറി സബ്ജക്ട്സും 1 എന്ന് പറയുന്നത് നിങ്ങളുടെ പ്രൊജക്റ്റും ആണ്. ക്രെഡിറ്റ് എന്ന് പറയുന്നത് 2ാം വർഷത്തേക്ക് മൊത്തമായിട്ട് വരുന്ന ക്രെഡിറ്റ് എന്ന് പറയുന്നത് 40 ക്രെഡിറ്റ്. അതായത് 1200 അവേഴ്സ് ആണ് നിങ്ങൾക്ക് എന്ത് വേണ്ടത്, പഠിക്കാനായിട്ട് നിങ്ങൾ മാറ്റി വെക്കേണ്ടത്. സെമസ്റ്റർ 3 വരുന്ന സബ്ജക്ട്സുകൾ എന്തൊക്കെയാന്ന് നോക്കാം. MCO 03, MCO 07, IPO 02, MCO 015. ഓൾറെഡി ഞാൻ ഇതിന്റെ സിലബസ് നിങ്ങൾക്ക് ഷെയർ ചെയ്ത് തന്നിട്ടുണ്ടായിരുന്നു തേർഡ് സെമ്മിലെയും ഫോർത്ത് സെമ്മിലെയും. അപ്പൊ നിങ്ങൾക്ക് അറിയാം ഈ സബ്ജക്ട്സുകൾ എന്തൊക്കെയാണെന്ന് അറിയാം. പിന്നെ ഓൾറെഡി നിങ്ങളുടെ പഠനവും നിങ്ങൾ ഓൾറെഡി സ്റ്റാർട്ട് ചെയ്തിട്ടുള്ളതാണ്. സെമസ്റ്റർ 4 നിങ്ങൾക്ക് വരുന്നതാണ് IPO 01, IPO 06 എന്ന് പറയുന്ന 2 പേപ്പേഴ്സ്. അതുകൂടാതെ സെമസ്റ്റർ 1 തന്നെ നിങ്ങൾക്ക് എന്തുണ്ട്, പ്രൊജക്ട് നിങ്ങൾക്ക് വരുന്നുണ്ട്. ഇനി സെമസ്റ്റർ 3 വരുമ്പോൾ അതിനെ ബ്രേക്ക് ഡൗൺ ചെയ്യുമ്പോൾ സെമസ്റ്റർ 3 നമുക്ക് 4 പേപ്പേഴ്സ് ആണ് ഉള്ളതെന്ന് പറഞ്ഞു. അതിൽ MCO 03 എന്ന് പറയുമ്പോൾ റിസർച്ച് മെത്തഡോളജി ആൻഡ് സ്റ്റാറ്റിസ്റ്റിക്കൽ അനാലിസിസ് ആണ്. അതിന് 6 ക്രെഡിറ്റ് ആണ്. MCO 07 ഫിനാൻഷ്യൽ മാനേജ്മെന്റ് ആണ്, 6 ക്രെഡിറ്റ്സ് തിയറി സബ്ജക്ട്സ് ആണ്. IPO 02 ഇന്റർനാഷണൽ മാർക്കറ്റിംഗ് മാനേജ്മെന്റ്, ക്രെഡിറ്റ്സ് 6 ആണ്, ടൈപ്പ് തിയറി ആണ്. MCO 015 ഇന്ത്യാസ് ഫോറിൻ ട്രേഡ് ആൻഡ് ഇൻവെസ്റ്റ്മെന്റ്, ക്രെഡിറ്റ് 4 ആണ്, ടൈപ്പ് തിയറി ആണ്. സോ തേർഡ് സെമസ്റ്ററിലെ എല്ലാതും നിങ്ങൾക്ക് തിയറി ആയിട്ടുള്ള സബ്ജക്ട്സുകളാണ്. അതിൽ 3 6 ക്രെഡിറ്റ്സ് വരുന്നതും 1 4 ക്രെഡിറ്റ് വരുന്നതുമാണ്. ഇനി സെമസ്റ്റർ 4 വരുമ്പോൾ നിങ്ങൾക്ക് അവിടെ 2 കോഴ്സസോള് തിയറി വരുന്നുണ്ട്. IPO 01, IPO 06 ആണ്. ഇത് IPO 01 എന്ന് പറഞ്ഞാൽ ഇന്റർനാഷണൽ ബിസിനസ് എൻവയോൺമെന്റ്, IPO 06 എന്ന് പറയുന്നത് ഇന്റർനാഷണൽ ബിസിനസ് ഫിനാൻസ്. രണ്ടിനും ക്രെഡിറ്റ് 6 ആണ്. ഇനി ആണ് പ്രൊജക്ട് പറയുന്നത്. പ്രൊജക്ടിന്റെ കോഡാണ് MCOP 001 പ്രൊജക്ട്. അത് ടൈപ്പ് വരുന്നത് ആപ്ലിക്കേഷൻ ലെവലിലാണ്. നിങ്ങൾ പഠിച്ചിട്ടുള്ള തിയറിന്റെ ബേസിൽ ഒരു ആപ്ലിക്കേഷൻ ലെവലിൽ നിങ്ങൾ എന്ത് ചെയ്യണം, ഒരു പ്രൊജക്ട് നിങ്ങൾ ചെയ്യുകയാണ്. ഇനി ഇതിന്റെ ക്രെഡിറ്റ് ഡിസ്ട്രിബ്യൂഷൻ നമ്മൾ നോക്കുമ്പോൾ തേർഡ് സെമസ്റ്ററും ഫോർത്ത് സെമസ്റ്ററും എടുത്ത് നോക്കുമ്പോൾ ഒരേ ഒരു സബ്ജക്ട് മാത്രമാണ് 4 ക്രെഡിറ്റ് വരുന്നത്. ബാക്കി എല്ലാം 6 ക്രെഡിറ്റ്സിലോട്ട് വരുന്നതാണ്. MCO 015 ആണ് 4 ക്രെഡിറ്റ്സ് വരുന്നത്. ബാക്കിയുള്ള സബ്ജക്ട്സുകളായിട്ടുള്ള MCO 03, MCO 07, IPO 02, IPO 01, IPO 06 ഇതെല്ലാം അതിനോടൊപ്പം തന്നെ നിങ്ങളുടെ പ്രൊജക്ട് MCOP 001 6 ക്രെഡിറ്റ് ആണ് വരുന്നത്. ഇനി ഓരോ സബ്ജക്ട്സിന്റെ ഉള്ളിലും നിങ്ങൾക്ക് പഠിക്കാൻ, അല്ലെങ്കിൽ നിങ്ങളുടെ ഓരോ കോഴ്സസിന്റെയും ഉള്ളിൽ പഠിക്കാനായിട്ടുള്ള യൂണിറ്റ്സുകൾ എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. ഡീപ് ഡീകോഡിംഗ് സ്കോപ്പ്, a detailed block unit mapping of all semester 3 and semester 4 courses. MCO 03 നമ്മൾക്ക് കിടക്കുമ്പോൾ അവിടെ 6 ക്രെഡിറ്റ് ആണ് അതിനെന്ന് പറഞ്ഞു. 5 ബ്ലോക്കുകളാണ് അതിലുള്ളത്. ടോട്ടൽ നിങ്ങൾക്ക് 19 യൂണിറ്റുകൾ ഉണ്ട്. തിയറി ആണ് ഈ ഒരു പേപ്പർ, തിയറി പേപ്പർ ആണ്. ബ്ലോക്ക് 1 വരുന്നതാണ് ഇൻട്രൊഡക്ഷൻ ടു. ബ്ലോക്ക് 1ന്റെ പേര് റിസർച്ച് ആൻഡ് ഡാറ്റ കളക്ഷൻ. അതില് 5 യൂണിറ്റ് ആണ് നിങ്ങൾക്ക് വരുന്നത്. ഇൻട്രൊഡക്ഷൻ ടു ബിസിനസ് റിസർച്ച്. നെക്സ്റ്റ് യൂണിറ്റ് റിസർച്ച് പ്ലാൻ. യൂണിറ്റ് 3 കളക്ഷൻ ഓഫ് ഡാറ്റ. യൂണിറ്റ് 4 സാമ്പിൾ. യൂണിറ്റ് 5 മെഷർമെന്റ് ആൻഡ് സ്കെയിലിംഗ് ടെക്നിക്സ്. ബ്ലോക്ക് 2 പ്രോസസിംഗ് ആൻഡ് പ്രിസർവേഷൻ ഓഫ് ഡാറ്റ. അതിൽ പ്രോസസിംഗ് ഓഫ് ഡാറ്റ, ഡയഗ്രാമാറ്റിക് ആൻഡ് ഗ്രാഫിക്കൽ പ്രസന്റേഷൻ, സ്റ്റാറ്റിസ്റ്റിക്കൽ ഡെറിവേറ്റീവ്സ് ആൻഡ് മെഷർ ഓഫ് സെൻട്രൽ ടെൻഡൻസി. യൂണിറ്റ് 9 മെഷേഴ്സ് ഓഫ് വേരിയേഷൻ സ്ക്യൂനെസ്. ഈ ഒരു റിസർച്ച് പേപ്പറിന്റെ ഒരു പ്രാധാന്യം നിങ്ങൾക്ക് നിങ്ങളുടെ പ്രൊജക്ട് സമയത്താണ് വരിക. നിങ്ങൾക്ക് പ്രൊജക്ടിന്റെ സമയത്ത് നിങ്ങളുടെ ഡാറ്റ അനാലിസിസിന് വേണ്ടിയിട്ട് ഉപയോഗിക്കുന്ന കുറെ ടെക്നിക്സുകൾ ഇതിൽ പഠിച്ചു പോകുന്നുണ്ട്. അപ്പോൾ ഇന്റർവ്യൂ അങ്ങനത്തെയൊക്കെ ക്വസ്റ്റ്യനെയറുകളൊക്കെ തയ്യാറാക്കുന്ന സമയത്തൊക്കെ ഈ റിസർച്ച് പേപ്പർ ഇതിൽ ഉപയോഗിക്കുന്ന കുറെ കാര്യങ്ങൾ നിങ്ങൾക്ക് അവിടെ അപ്ലൈ ചെയ്യാനായിട്ട് സാധിക്കും. ഇനി ബ്ലോക്ക് 3 വരുമ്പോൾ റാഷണൽ റിലേഷണൽ ആൻഡ് ട്രെൻഡ് അനാലിസിസ് ആണ്. അവിടെ നിങ്ങൾക്ക് ഫസ്റ്റ് യൂണിറ്റ് കോറിലേഷൻ ആൻഡ് സിമ്പിൾ റിഗ്രഷൻ. യൂണിറ്റ് 11 ടൈം സീരീസ് അനാലിസിസ്. യൂണിറ്റ് 12 ഇൻഡെക്സ് നമ്പേഴ്സ്. ബ്ലോക്ക് 4 പ്രോബബിലിറ്റി ആൻഡ് ഹൈപ്പോത്തീസിസ് ടെസ്റ്റിംഗ്. അല്ലെ യൂണിറ്റ് 13 പ്രോബിലിറ്റി ആൻഡ് പ്രോബിലിറ്റി റൂൾസ്. യൂണിറ്റ് 14 പ്രോബിലിറ്റി ഡിസ്ട്രിബ്യൂഷൻ. യൂണിറ്റ് 15 ടെസ്റ്റ് ഓഫ് ഹൈപ്പോത്തീസിസ് 1. യൂണിറ്റ് 16 ടെസ്റ്റ് ഓഫ് ഹൈപ്പോത്തീസിസ് 2. യൂണിറ്റ് 7 ഹൈ സ്ക്വയർ ടെസ്റ്റ്. ഈ യൂണിറ്റ് ഭയങ്കര ഇമ്പോർട്ടന്റ് ആണ് പ്രൊജക്ടിന്റെ പോയിന്റ് ഓഫ് വ്യൂല്. ഇത് നിങ്ങൾക്ക് പ്രൊജക്ടിന്റെ സമയത്ത് നിങ്ങൾക്ക് ഹൈപ്പോത്തീസിസുകൾ സെറ്റ് ചെയ്യും, അസംഷൻസുകൾ. അപ്പൊ ആ സമയത്തൊക്കെ ഇതിന്ന് കിട്ടുന്ന ഒരു തിയറി ബേസിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, നിങ്ങളുടെ പ്രൊജക്ടിന്റെ സമയത്ത് പ്രൊജക്ട് ഒന്നും കൂടി നിങ്ങൾക്കൊരു നല്ല രീതിയിൽ ചെയ്യാനായിട്ട് സാധിക്കും. ഇനി MCO 03 ബ്ലോക്ക് യൂണിറ്റ് മാപ്പ് ലാസ്റ്റ് യൂണിറ്റ് വരുന്നതാണ് ഇന്റർപ്രിട്ടേഷൻ ആൻഡ് റിപ്പോർട്ടിംഗ്.
അല്ലെ യൂണിറ്റ് 18 ഇന്റർപ്രിട്ടേഷൻ ഓഫ് സ്റ്റാറ്റിസ്റ്റിക്കൽ ഡാറ്റ, യൂണിറ്റ് 19 റിപ്പോർട്ട് റൈറ്റിംഗ്. ഇനി MCO07 6 ക്രെഡിറ്റ് ആണ്, 5 ബ്ലോക്ക് ആണ്, 19 യൂണിറ്റ് ആണ്, തിയറി പേപ്പർ ആണ് വരുന്നത്. അതിൽ ഫസ്റ്റ് ബ്ലോക്ക് ആണ് ഫൗണ്ടേഷൻസ് ഓഫ് ഫിനാൻസ്, ഫിനാൻഷ്യൽ മാനേജ്മെന്റ് ആൻഡ് ഓവർവ്യൂ, യൂണിറ്റ് 1, ടൈം വാല്യൂ ഓഫ് മണി, യൂണിറ്റ് 2, വാലുവേഷൻ ഓഫ് സെക്യൂരിറ്റീസ്, യൂണിറ്റ് 3, റിസ്ക് ആൻഡ് റിട്ടേൺ, യൂണിറ്റ് 4. ബ്ലോക്ക് 2 ഇൻവെസ്റ്റ്മെന്റ് ഡിസിഷൻ, യൂണിറ്റ് 5 കോസ്റ്റ് ഓഫ് ക്യാപിറ്റൽ, യൂണിറ്റ് 6 ക്യാപിറ്റൽ ബഡ്ജറ്റിംഗ് പാർട്ട് 1, യൂണിറ്റ് 7 ക്യാപിറ്റൽ ബഡ്ജറ്റിംഗ് പാർട്ട് 2. ഇനി അതുപോലെ തന്നെ ബ്ലോക്ക് 3 വരുന്നതാണ് ലോങ് ടേം ഫിനാൻസിംഗ്, സോഴ്സ് ഓഫ് ലോങ് ടേം ഫിനാൻസ്, യൂണിറ്റ് 8, യൂണിറ്റ് 9 ക്യാപിറ്റൽ മാർക്കറ്റ്, യൂണിറ്റ് 10 ലീസ് ഫിനാൻസിംഗ്, യൂണിറ്റ് 11 പ്രൊജക്ട് ഫിനാൻസിംഗ്, യൂണിറ്റ് 12 ഇന്റർനാഷണൽ ബിസിനസ് ഫിനാൻസ്. ബ്ലോക്ക് 4 വരുമ്പോൾ ഫിനാൻസിംഗ് ആൻഡ് ഡിവിഡൻഡ് ഡിസിഷൻ, യൂണിറ്റ് 13 ലീവറേജ്, ഓപ്പറേറ്റിംഗ് ആൻഡ് ഫിനാൻഷ്യൽ ആൻഡ് ടോട്ടൽ, യൂണിറ്റ് 14 capital structure decision, unit 15 dividend policy decision. Block 5 management of working capital, unit 16 working capital, unit 17 cash management, unit 18 inventory management, unit 19 receivable management. ഈ പേപ്പർ കാണുമ്പോൾ നിങ്ങൾക്ക് ഭയങ്കര ടഫ് ആയിട്ട് തോന്നും, പക്ഷെ അത്യാവശ്യം തിയറി ക്വസ്റ്റ്യൻസുകളൊക്കെ വരുന്നൊരു പേപ്പറാണ്. കൂടുതലും തിയറിയാണ് ചോദിക്കുക. പല കുട്ടികളും പ്രോബ്ലത്തിൽ കുറെ നേരം സമയം കൊടുത്ത് തിയറി ക്വസ്റ്റ്യൻസുകൾ പഠിക്കാതെ പോകുന്നൊരു ഇതുണ്ട്. അപ്പൊ അങ്ങനെ നിങ്ങൾ ചെയ്യരുത്. കൂടുതലും നിങ്ങൾ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പർ അനാലിസിസിന്റെ ബേസിൽ തിയറി പാർട്ടുകൾ നല്ല രീതിയിൽ നോക്കുക. പിന്നെ ഈ സബ്ജക്ട് ആയാലും അത്ര ടഫ് ആയിട്ടുള്ള സബ്ജക്ട് ഒന്നല്ല. നല്ല രീതിയിൽ കുറച്ച് നിങ്ങളൊരു ഒന്ന് കോൺസെൻട്രേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് കൃത്യമായിട്ട് മനസ്സിലാക്കി എടുക്കാൻ പറ്റുന്ന സബ്ജക്റ്റാണ്. ഇനി IBO 02 6 ക്രെഡിറ്റ്, ബ്ലോക്ക് 6 6 ബ്ലോക്സ് ആണുള്ളത്, 19 യൂണിറ്റ് ആണ്, തിയറി പേപ്പർ ആണ്. ഇവിടെ നിങ്ങൾക്ക് വരുമ്പോ ബ്ലോക്ക് യൂണിറ്റ് മാപ്പ് 1 പാർട്ട്, ആകെ 3 പാർട്ടായി ഡിവൈഡ്. ഫസ്റ്റ് പാർട്ട് ബ്ലോക്ക് 1 ഇൻട്രൊഡക്ഷൻ ടു ഇന്റർനാഷണൽ മാർക്കറ്റിംഗ്, യൂണിറ്റ് 1 ഇന്റർനാഷണൽ മാർക്കറ്റിംഗ് ബേസിക് കോൺസെപ്റ്റ്സ്, യൂണിറ്റ് 2 ഇന്റർനാഷണൽ മാർക്കറ്റിംഗ് ആൻഡ് ഓറിയന്റേഷൻ ആൻഡ് ഇൻവോൾവ്മെന്റ്, യൂണിറ്റ് 3 അനലൈസിംഗ് ഇന്റർനാഷണൽ മാർക്കറ്റിംഗ് എൻവയോൺമെന്റ്, ബ്ലോക്ക് 2 ഇന്റർനാഷണൽ മാർക്കറ്റ് സെലക്ഷൻ, യൂണിറ്റ് 4 വരുന്നതാണ് ഇന്റർനാഷണൽ മാർക്കറ്റ് സെഗ്മെന്റേഷൻ, യൂണിറ്റ് 5 ഫോറിൻ മാർക്കറ്റ് സെലക്ഷൻ, യൂണിറ്റ് 6 ഇന്റർനാഷണൽ മാർക്കറ്റിംഗ് എൻട്രി ഡിസിഷൻസ്. ഇനി ബ്ലോക്ക് 3 വരുമ്പോൾ ഇന്റർനാഷണൽ പ്രൊഡക്റ്റ് ആൻഡ് പ്രൈസിംഗ് ഡിസിഷൻസ് ഉണ്ട്. യൂണിറ്റ് 7 ഇന്റർനാഷണൽ പ്രൊഡക്റ്റ് പ്ലാനിംഗ്, യൂണിറ്റ് 8 ഇന്റർനാഷണൽ ബ്രാൻഡിംഗ്, പാക്കേജിംഗ് ആൻഡ് അതർ ഡിസിഷൻസ്, യൂണിറ്റ് 9 ഇന്റർനാഷണൽ പ്രൈസിംഗ്. ബ്ലോക്ക് 4 വരുമ്പോൾ ഇന്റർനാഷണൽ ഡിസ്ട്രിബ്യൂഷൻസ് ആൻഡ് പ്രൊമോഷൻ, അതിലെ യൂണിറ്റ് 10 ഇന്റർനാഷണൽ ഡിസ്ട്രിബ്യൂഷൻ, യൂണിറ്റ് 11 ഇന്റർനാഷണൽ മാർക്കറ്റിംഗ് കമ്മ്യൂണിക്കേഷൻ, യൂണിറ്റ് 12 ഇന്റർനാഷണൽ അഡ്വർടൈസിംഗ്, യൂണിറ്റ് 13 പേഴ്സണൽ സെല്ലിംഗ്, പബ്ലിസിറ്റി ആൻഡ് സെയിൽസ് പ്രൊമോഷൻ. ഇനി യൂണിറ്റ് 2 IBO 02 തന്നെ ലാസ്റ്റ് 2 ബ്ലോക്കുകളാണ് ബ്ലോക്ക് 5 ബ്ലോക്ക് 6. ബ്ലോക്ക് 5 വരുമ്പോൾ മാനേജിംഗ് ഇന്റർനാഷണൽ മാർക്കറ്റിംഗ് ഓപ്പറേഷൻസ് ആണ്. അതിൽ യൂണിറ്റ് 4 ഇന്റർനാഷണൽ മാർക്കറ്റിംഗ് പ്ലാനിംഗ്, ഓർഗനൈസിംഗ് ആൻഡ് കൺട്രോൾ, യൂണിറ്റ് 15 ഇന്റർനാഷണൽ മാർക്കറ്റിംഗ് ഓഫ് സർവീസസ്, യൂണിറ്റ് 16 എമർജിംഗ് ട്രെൻഡ്സ് ആൻഡ് ഇഷ്യൂസ് ഇൻ ഇന്റർനാഷണൽ മാർക്കറ്റിംഗ്. ബ്ലോക്ക് 6 ഇന്റർനാഷണൽ മാർക്കറ്റിംഗ് റിസർച്ചില് യൂണിറ്റ് 17 ഇൻട്രൊഡക്ഷൻ ടു ഇന്റർനാഷണൽ മാർക്കറ്റിംഗ് റിസർച്ച്, യൂണിറ്റ് 18 ഡാറ്റ കളക്ഷൻ, യൂണിറ്റ് 19 ഡാറ്റ അനാലിസിസ് ആൻഡ് റിപ്പോർട്ട് റൈറ്റിംഗ്. അപ്പോൾ ഇത്രയും ഭാഗങ്ങള് നിങ്ങൾക്ക് ഒരുവിധം ക്ലാരിറ്റി ആയി തോന്നുന്നു. ബാക്കി ഭാഗങ്ങൾ പറയാനായിട്ട് ലോജിഷ മാമിനെ ഞാൻ ഇൻവൈറ്റ് ചെയ്യാണ്. ലോജിഷ മാം, അടുത്ത നമ്മൾ നോക്കുന്നത് നമ്മുടെ കോഴ്സ് പ്രൊഫൈലായ MCO 015 ഇന്ത്യൻ ഫോറിൻ ട്രേഡ് ആൻഡ് ഇൻവെസ്റ്റ്മെന്റ് എന്നുള്ള പേപ്പർ ആണ്. അതിന് നമുക്ക് 4 ക്രെഡിറ്റ് ആണ് വരുന്നത്. അതിൽ നമുക്ക് വരുന്നത് 4 ബ്ലോക്ക് ആണ്, 17 യൂണിറ്റ് ആണ് വരുന്നത്. നമുക്കതൊരു തിയറി പേപ്പർ ആണ്. അതിൽ ഫസ്റ്റ് ബ്ലോക്ക് 1 എന്ന് പറയുന്നത്, ബ്ലോക്ക് 1 വരുന്നത് ഫോറിൻ ട്രേഡ് ആൻഡ് ഇൻവെസ്റ്റ്മെന്റ്. അതിൽ യൂണിറ്റ് 1 എന്ന് പറയുന്നത് ഓവർവ്യൂ ഓഫ് ഫോറിൻ ട്രേഡ്, ആൻഡ് യൂണിറ്റ് 2 ഫോറിൻ ഇൻവെസ്റ്റ്മെന്റ്, ആൻഡ് യൂണിറ്റ് 3 ഇന്ത്യസ് ബാലൻസ് ഓഫ് പേയ്മെന്റ്, ആൻഡ് ബ്ലോക്ക് 2 കവർ ചെയ്യുന്നത് ഫോറിൻ ട്രേഡ് ആൻഡ് എക്സ്പോർട്ട് പ്രൊമോഷൻ. അതിൽ യൂണിറ്റ് 4 ഇന്ത്യസ് ഫോറിൻ ട്രേഡ്, ആൻഡ് യൂണിറ്റ് 5 വേൾഡ് ട്രേഡ് ആൻഡ് ഇന്ത്യ, ദെൻ യൂണിറ്റ് 6 എക്സ്പോർട്ട് പ്രൊമോഷൻ മെഷേഴ്സ് ഇൻ ഇന്ത്യ. ഇത്രയാണ് ബ്ലോക്ക് 2 നമ്മൾ നോക്കുന്നത്. അടുത്തത് ബ്ലോക്ക് 3 ട്രേഡ് പ്രോസ്പെക്ട് ഓഫ് മേജർ പ്രോഡക്റ്റ്. അതിൽ യൂണിറ്റ് 7 അഗ്രികൾച്ചറൽ പ്രോഡക്റ്റ്, യൂണിറ്റ് 8 ടെക്സ്റ്റൈൽ ആൻഡ് ഗാർമെന്റ്സ്, ആൻഡ് യൂണിറ്റ് 9 ജെംസ് ആൻഡ് ജ്വല്ലറി ആൻഡ് ഹാൻഡിക്രാഫ്റ്റ്, and unit 10 electronics and commodities, and then unit 11 engineering goods, and unit 12 trade in services. Then block 4 trade prospect of select market, and unit 13 United States of America, then unit 14 European Union, then unit 15 Japan, and unit 16 SAARC and Asia, then unit 17 West Asia. അടുത്ത നമ്മൾ നോക്കുന്നത് അടുത്ത കോഴ്സ് പ്രൊഫൈൽ IBO 1 ഇന്റർനാഷണൽ ബിസിനസ് എൻവയോൺമെന്റ് ആണ്.
ഇന്റർനാഷണൽ ബിസിനസ് എൻവയോൺമെന്റ് നോക്കിക്കഴിഞ്ഞാലും നമുക്ക് ഇതൊരു തിയറി പേപ്പർ ആണ്. അതിന് ടോട്ടൽ വരുന്നത് 6 ക്രെഡിറ്റ് ആണ് വരുന്നത്. 5 ബ്ലോക്ക് ആണ് ഉള്ളത്. 20 യൂണിറ്റ് ആണ് വരുന്നത്. അതിൽ ഫസ്റ്റ് ബ്ലോക്ക് 1 എന്ന് പറയുന്നത് കൺസെപ്റ്റ് ആൻഡ് ഡയമെൻഷൻ ആണ്. അതിൽ ഫസ്റ്റ് യൂണിറ്റ് 1 എന്ന് പറയുന്നത് ഇൻട്രൊഡക്ഷൻ ടു ബിസിനസ് environment. Then unit 2 theories of international trade, and unit 3 balance of payment, and unit 4 instruments of trade policy. Then block 2 globalization, process and forces, and unit 5 globalization and overview. Then unit 6 international investment, and unit 7 transactional cooperation, and unit 8 technology transfer. അടുത്ത നമ്മൾ ബ്ലോക്ക് 3 ആണ് നോക്കുന്നത്. ബ്ലോക്ക് 3 വേൾഡ് ട്രേഡിംഗ് സിസ്റ്റം ആൻഡ് ഇൻസ്റ്റിറ്റ്യൂഷൻ. അതിൽ യൂണിറ്റ് 9 വേൾഡ് ട്രേഡ്, ആൻഡ് യൂണിറ്റ് 10 മൾട്ടിലാറ്ററൽ ട്രേഡിംഗ് സിസ്റ്റം, ആൻഡ് യൂണിറ്റ് 11 റീജിയണൽ എക്കണോമിക് ഗ്രൂപ്പിംഗ്സ്, ആൻഡ് യൂണിറ്റ് 12 ഇന്റർനാഷണൽ കമ്മോഡിറ്റി എഗ്രിമെന്റ്സ്, ആൻഡ് യൂണിറ്റ് 13 ഇന്റർനാഷണൽ ഫിനാൻഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷൻസ്. ആൻഡ് ബ്ലോക്ക് 4 ലീഗൽ എൻവയോൺമെന്റ്. അതിൽ യൂണിറ്റ് 14 ലീഗൽ ഫ്രെയിംവർക്ക് ഫോർ ഫോറിൻ ട്രേഡ്, ആൻഡ് യൂണിറ്റ് 15 ദ പ്രോപ്പർ ലോ ഓഫ് കോൺട്രാക്ട് ഓർ ദ Lux Poses, and unit 16 settlement of international trade dispute. Then adil block 5 contemporary development and issues, and unit 17 international trade and environment, and unit 18 international trading services, and unit 19 international business ethics, and unit 20 electronic commerce. അടുത്ത നമ്മൾ നോക്കുന്ന കോഴ്സ് പ്രൊഫൈൽ IBO6 ഇന്റർനാഷണൽ ബിസിനസ് ഫിനാൻസ് ആണ്. ഇന്റർനാഷണൽ ബിസിനസ് ഫിനാൻസ് എടുത്തു കഴിഞ്ഞാലും നമുക്ക് 6 ക്രെഡിറ്റ് ആണ് വരുന്നത്. അതിൽ 4 ബ്ലോക്ക് ആണ് ഉള്ളത്. അതിൽ 17 യൂണിറ്റ് ആണ് നമുക്ക് കവർ ചെയ്യാനുള്ളത്. ഇതും പക്ക തിയറി പേപ്പർ തന്നെയാണ്. അത് നമുക്ക് ഓരോന്നും ബ്ലോക്ക് വൈസ് ഡീറ്റെയിൽഡ് നോക്കാം. ഫസ്റ്റ് ബ്ലോക്ക് 1 എന്ന് പറയുന്നത് ഇന്റർനാഷണൽ ഫിനാൻഷ്യൽ സിസ്റ്റം. അതിൽ യൂണിറ്റ് 1 എന്ന് പറയുന്നത് ഇന്റർനാഷണൽ മോണിറ്ററി സിസ്റ്റം ആൻഡ് ഇൻസ്റ്റിറ്റ്യൂഷൻസ്, ആൻഡ് യൂണിറ്റ് 2 ഇന്റർനാഷണൽ ഫിനാൻഷ്യൽ മാർക്കറ്റ്, ആൻഡ് യൂണിറ്റ് 3 ഇന്റർനാഷണൽ ബാങ്കിങ്, and unit 4 international transaction and balance of payment. And block 2 foreign exchange risk management. Adile unit 5 foreign exchange market, and unit 6 determination and forecasting of exchange rate, and unit 7 currency risk management, and unit 8 measuring and managing transaction exposure, and unit 9 measuring and managing transaction and economic exposures. നമ്മൾ ഇനി നോക്കുന്ന ബ്ലോക്ക് 3 ആണ്. ബ്ലോക്ക് 3 ഇൻവെസ്റ്റിംഗ് ഇൻ ഫോറിൻ ഓപ്പറേഷൻസ്. യൂണിറ്റ് 10 കോർപ്പറേറ്റ് സ്ട്രാറ്റജി 8 ഫോറിൻ ഡയറക്ട് ഇൻവെസ്റ്റ്മെന്റ്, ആൻഡ് യൂണിറ്റ് 11 ഇന്റർനാഷണൽ പ്രോജക്ട് അപ്രൈസൽ, ആൻഡ് യൂണിറ്റ് 12 കോസ്റ്റ് ഓഫ് ക്യാപിറ്റൽ ഫോർ ഫോറിൻ ഇൻവെസ്റ്റ്മെന്റ്, ആൻഡ് യൂണിറ്റ് 13 പൊളിറ്റിക്കൽ റിസ്ക് ആൻഡ് ടാക്സ് ആസ്പെക്ട്. ദെൻ ബ്ലോക്ക് 4 ഫിനാൻസിംഗ് ഇന്റർനാഷണൽ ഓപ്പറേഷൻസ്. അതിൽ യൂണിറ്റ് 14 ഡിസൈനിങ് ഗ്ലോബൽ ക്യാപിറ്റൽ സ്ട്രക്ചർ, ആൻഡ് യൂണിറ്റ് 15 ഇന്റർനാഷണൽ ക്യാഷ് മാനേജ്മെന്റ്, ആൻഡ് യൂണിറ്റ് 16 ഫോറിൻ ട്രേഡ് ഫിനാൻസിംഗ്, ആൻഡ് യൂണിറ്റ് 17 പ്രോജക്ട് എക്സ്പോർട്ട് ഫിനാൻസിംഗ്. ഇനി അടുത്ത നമ്മൾ നോക്കുന്നത് MCOP 001 നമ്മുടെ പ്രോജക്റ്റ് ആണ്. നമ്മുടെ പ്രോജക്റ്റ് നമുക്കറിയാം, നമുക്ക് അതിന് 6 ക്രെഡിറ്റ് ആണ് ഉള്ളത്. അതുപോലെ തന്നെ അപ്ലൈഡ് മെറ്റീരിയൽസ് മാത്രമാണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. അതുപോലെ തന്നെ ഇതിന്റെ ഒരു ഫോർമാറ്റ് എന്ന് പറയുന്നത് ഒന്ന് സർവേ ബേസ്ഡ് സ്റ്റഡി ആണ്, അല്ലെങ്കിൽ കേസ് സ്റ്റഡി, അല്ലെങ്കിൽ ഒരു ഇന്റർ ഓർഗനൈസേഷൻ സ്റ്റഡി അണ്ടർ ആൻ അപ്രൂവ്ഡ് ഗൈഡ്. ഒരു അപ്രൂവ്ഡ് ഗൈഡിന്റെ അണ്ടറിലാണ് നമ്മൾ ഈ പ്രോജക്റ്റ് ചെയ്യുന്നത്. ഇനി പ്രോജക്റ്റിന്റെ വർക്ക് ഫ്ലോ എങ്ങനെയാണ് എന്നുള്ളതാണ് പറയുന്നത്. ആദ്യം തന്നെ നമ്മൾ എന്ത് ചെയ്യുന്നു, ഒരു ടോപ്പിക് സെലക്ട് ചെയ്യുന്നു. അതുപോലെ തന്നെ ഒരു ഗൈഡിനെയും നമ്മൾ എന്ത് ചെയ്യുന്നു, കണ്ടെത്തുന്നു. അപ്പം ആ ഗൈഡിന്റെ അണ്ടറിലാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, ആ പ്രോജക്റ്റ് പിന്നീട് ചെയ്യുന്നത്. അതുപോലെ തന്നെ ഫസ്റ്റ് സ്റ്റെപ്പ് നമ്മൾ ഗൈഡിനെ കണ്ടെത്തി, നമ്മുടെ ടോപ്പിക്കും കണ്ടെത്തി കഴിഞ്ഞാൽ പിന്നീട് നമ്മൾ പ്രിപ്പയർ ചെയ്യുന്നതാണ് സിനോപ്സിസ് എന്ന് പറയുന്നത്. സിനോപ്സിസ് എന്ന് പറയുന്നത് പ്രോജക്റ്റിന്റെ ഒരു ഡ്രാഫ്റ്റ് പ്രപ്പോസൽ ആണ്. ഇതിൽ നമ്മൾ മെയിൻ ആയിട്ട് ഇൻക്ലൂഡ് ചെയ്യേണ്ട കാര്യങ്ങൾ എന്ന് പറയുന്നത് ഇൻട്രൊഡക്ഷൻ ഉണ്ടായിരിക്കണം, റാഷണൽ ഓഫ് ദ സ്റ്റഡി, പിന്നെ അതുപോലെ തന്നെ ലിറ്ററേച്ചർ റിവ്യൂ, അതുപോലെ തന്നെ അതിന്റെ ഒബ്ജക്റ്റീവ്സ്, അതുപോലെ തന്നെ മെത്തഡോളജി. ഇത്രയും കാര്യങ്ങൾ മെയിൻ ആയിട്ട് നമ്മൾ സിനോപ്സിസിൽ ഉൾക്കൊള്ളിച്ചിട്ടുണ്ടാവണം. അതുപോലെ തന്നെ പിന്നീട് നമ്മൾ നോക്കുന്നത് കണ്ടക്ട് ഓഫ് റിസർച്ച്. അതായത് നമ്മൾ എന്ത് ചെയ്യുന്നു, എക്സിക്യൂട്ട് സ്റ്റഡി അപ്പോൺ റീജിയണൽ സെന്റർ ഫോർ അപ്രൂവൽ. അതായത് നമ്മൾ ചെയ്ത കാര്യങ്ങൾ നമ്മൾ എന്ത് ചെയ്യുന്നു, ആ ഡ്രാഫ്റ്റ് പേജ് റിപ്പോർട്ട്, ഒരു 60 to 80 പേജ് റിപ്പോർട്ട് നമ്മൾ റീജിയണൽ സെന്ററിലോട്ട് അയക്കുന്നു. കാരണം നമുക്കൊരു അപ്രൂവലിന് വേണ്ടിയിട്ടാണ്. അപ്രൂവൽ കിട്ടിയതിന് ശേഷം മാത്രമാണ് എന്ത് ചെയ്യുന്നത്, നമ്മൾ പ്രോജക്റ്റ് വർക്ക് സ്റ്റാർട്ട് ചെയ്യുന്നത്. ദെൻ ലാസ്റ്റ് വൺ എന്ന് പറയുന്നത് ഫൈനൽ സബ്മിഷൻ ആണ്. ഫൈനൽ സബ്മിഷൻ എന്ന് പറയുമ്പോൾ നമ്മൾ ബൈൻഡ് ഒക്കെ ചെയ്തിട്ട് നമ്മൾ എന്ത് ചെയ്യണം, നമ്മൾ സിനോപ്സിസിന്റെ അപ്രൂവൽ കിട്ടിക്കഴിഞ്ഞാൽ നമ്മൾ എന്ത് ചെയ്യണം, അത് ഫൈനൽ സബ്മിഷനിലോട്ടാണ് പോകുന്നത്. അടുത്ത നമ്മൾ നോക്കുന്നത് ഫോക്കസ് ടേം സമ്മറി മെട്രിക്സ്. അതായത് ഓരോ കോഴ്സ് കോഡ് കൊടുത്തിട്ടുണ്ട്. ഇപ്പൊ മാം നിങ്ങളുടെ അടുത്ത് ഓൾറെഡി പറഞ്ഞു ഓരോന്നും എത്ര ക്രെഡിറ്റ് ആണ് എന്നുള്ളത്. അതുപോലെ തന്നെ ഓരോ കോഡും, അതായത് നമ്മുടെ ഓരോ പേപ്പറും എത്രയാണ് ക്രെഡിറ്റ് വരുന്നത്, എത്രയാണ് ബ്ലോക്ക് വരുന്നത്, എത്ര യൂണിറ്റ് ആണ് ഉള്ളത്, അതുപോലെ തന്നെ അത് തിയറി ടൈപ്പ് ആണോ പ്രോബ്ലം ടൈപ്പ് ആണോ എന്നുള്ളതാണ് നമ്മൾ നോക്കുന്നത്. ഫസ്റ്റ് പേപ്പർ എന്ന് പറയുന്നത് MCO 03 6 ക്രെഡിറ്റ് ആണ് വരുന്നത്. 5 ബ്ലോക്ക് ആണ്, 19 യൂണിറ്റ് ആണ്, തിയറി ആണ് വരുന്നത്. ദെൻ MCO 07 6 ക്രെഡിറ്റ് ആണ്, 5 ബ്ലോക്ക് ആണ് വരുന്നത്, 19 യൂണിറ്റ് ആണ് ഉള്ളത്, തിയറി പേപ്പർ തന്നെയാണ്. ദെൻ IBO 2 6 ക്രെഡിറ്റ് ആണ് വരുന്നത്, 6 ബ്ലോക്ക് ആണ് ഉള്ളത്, ദെൻ 19 യൂണിറ്റ് ആണ് ഉള്ളത്, തിയറി പേപ്പർ തന്നെയാണ്.
ദെൻ MCO 015 4 ക്രെഡിറ്റ് ആണ് വരുന്നത്, 4 ബ്ലോക്ക് ആണ് വരുന്നത്, 17 യൂണിറ്റ് ആണ് വരുന്നത്, ഫോർമാറ്റ് ടൈപ്പ് തിയറി തന്നെയാണ്. ദെൻ IBO 1 6 ക്രെഡിറ്റ് ആണ് വരുന്നത്, 5 ബ്ലോക്ക് ആണ്, 20 യൂണിറ്റ് ആണ് വരുന്നത്, തിയറി ടൈപ്പ് തന്നെയാണ് വരുന്നത്. ദെൻ IBO 6 6 ക്രെഡിറ്റ് ആണ്, 4 ബ്ലോക്ക് ആണ്, 17 യൂണിറ്റ് ആണ്, തിയറി ടൈപ്പ് ആണ്. ദെൻ MCOP 001 6 ക്രെഡിറ്റ് ആണ് വരുന്നത്, അതിന് ബ്ലോക്ക് അവൈലബിൾ അല്ല, കാരണം പ്രോജക്റ്റ് ആണ്, യൂണിറ്റും അവൈലബിൾ അല്ല, അപ്ലൈഡ് പ്രോജക്റ്റ് ആണ് ഇത്. ഇനി നമ്മൾ നോക്കുന്നത് വൈ സിലബസ് മാപ്പിംഗ് മാറ്റേഴ്സ്, അതായത് നമ്മൾ ഇന്ന് എന്തിനാണ് ഇവിടെ ഈ സിലബസ് മാപ്പിംഗ് ചെയ്തത് എന്നുള്ളത് മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ്. അതായത് നമ്മൾ ഇന്ന് ഈ സിലബസ് മാപ്പിംഗ് സെഷനിലൂടെ നമുക്ക് സിലബസിനെ പറ്റിയിട്ട് നിങ്ങൾക്കൊരു ഏകദേശം ഒരു ഐഡിയ എന്തായാലും കിട്ടിയിട്ടുണ്ടാവും. അതായത് നിങ്ങൾക്ക് എത്ര ബ്ലോക്ക് പഠിക്കാനുണ്ട്, എത്ര യൂണിറ്റ് കവർ ചെയ്യാനുണ്ട്, ഒരു പ്രോജക്റ്റിന്റെ എങ്ങനെ അപ്പിയർ ചെയ്യണം, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ മനസ്സിലാക്കാനും നിങ്ങൾക്ക് എത്രത്തോളം ഇതിനെപ്പറ്റി, അതായത് സിലബസിനെ പറ്റി കുറച്ചും കൂടി ഡീറ്റെയിൽഡ് ആയിട്ട് അറിയാൻ വേണ്ടിയിട്ടാണ് ഇന്ന് ഈ സെഷൻ ഇവിടെ കണ്ടക്ട് ചെയ്തിട്ടുണ്ടായിരുന്നത്. അതുപോലെ തന്നെ നിങ്ങൾക്കറിയാം, ഞങ്ങളുടെ ആപ്പിൽ തന്നെ ലേൺവൈസിന്റെ ആപ്പിൽ നിങ്ങൾ യൂസ് ചെയ്തവരാണ്, അപ്പൊ നിങ്ങൾക്ക് തന്നെ അറിയാൻ പറ്റും എത്രമാത്രം റിസോഴ്സസ് അവൈലബിൾ ആണ് എന്നുള്ളത്. അതായത് SLM എന്ന് പറയുന്ന ടെക്സ്റ്റ് ബുക്കിന്റെ കോപ്പീസും, അതുപോലെ തന്നെ വാല്യൂ ആഡഡ് നോട്ടും, അതുപോലെ തന്നെ HB എന്ന് പറയുന്ന നോട്ടും, അതായത് ഷോർട്ട് നോട്ടുകൾ ഒരുപാടുണ്ട്. അപ്പൊ ആ റിസോഴ്സസ്, അതുപോലെ തന്നെ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് ഉണ്ട്, ഇങ്ങനെയുള്ള റിസോഴ്സസ് ഒക്കെ എന്ത് ചെയ്യുക, മാക്സിമം യൂട്ടിലൈസ് ചെയ്തുകൊണ്ട് തന്നെ എന്ത് ചെയ്യുക, മുന്നോട്ട് പോവുക. നിങ്ങൾ എക്സാമിന് അപ്പിയർ ചെയ്യുന്ന സമയത്ത് ഈ റിസോഴ്സസ് ഒക്കെ മാക്സിമം യൂട്ടിലൈസ് ചെയ്തുകൊണ്ട് എന്ത് ചെയ്യുക, നല്ലൊരു റിസൾട്ട് ഞങ്ങൾക്ക് ഉണ്ടാക്കുക, അതായത് നിങ്ങൾക്കും ഉണ്ടാക്കുക. അതായത് നല്ലൊരു റിസൾട്ട് ഉണ്ടാക്കിയാൽ മാത്രമാണ് നമുക്ക് നല്ലൊരു ഗ്രോത്ത് ഉണ്ടാവുന്നത്, അല്ലേ? അപ്പൊ നിങ്ങൾ എന്ത് ചെയ്യാം, ഈ സിലബസ്, അതായത് ഇന്നത്തെ ഈ സെഷനോട് കൂടി നിങ്ങൾക്ക് ഏകദേശം സിലബസിനെ പറ്റിയിട്ട് ഒരു ധാരണ കിട്ടിയിട്ടുണ്ടാവും. അപ്പം ഇനി നിങ്ങൾ എന്ത് ചെയ്യണം, നിങ്ങളുടെ റിസോഴ്സസ് ഒക്കെ യൂസ് ചെയ്തുകൊണ്ട് എക്സാമിന് വേണ്ടി പ്രിപ്പയർ ചെയ്യാം. അതുപോലെ തന്നെ അക്കാഡമിക് റിസോഴ്സസ് കാറ്റലോഗ്, അതായത് ഇതിൽ നമ്മൾ നോക്കുന്നത് നമ്മുടെ പ്രൈമറി ഇൻപുട്ട് എന്തൊക്കെയാണ് എന്നുള്ളതാണ്. അതായത് നിങ്ങൾ ഓരോരുത്തരും നമ്മുടെ ലേൺവൈസിന്റെ ആപ്പ് യൂസ് ചെയ്യുന്നവരാണ്, അപ്പൊ നിങ്ങൾക്ക് ഓരോരുത്തർക്കും അറിയാം നമ്മുടെ പ്രൈമറി ഇൻപുട്ട് എന്ന് പറയുന്നത് നമ്മുടെ റെക്കോർഡ് ലെക്ചേഴ്സ് ആണ്, അല്ലെ? അതായത് നിങ്ങൾക്ക് നമ്മുടെ ആപ്പിൽ തന്നെ റെക്കോർഡ് ലെക്ചേഴ്സ് ഉണ്ട്, അതിന്റെ ഡ്യൂറേഷൻ എന്ന് പറയുന്നത് 1 അവർ അല്ലെങ്കിൽ 50 മിനിറ്റ് ഒക്കെയാണ് വരുന്നത്. അതിൽ കൂടുതലായിട്ടാണെങ്കിൽ നമുക്കൊരു 2 വീഡിയോസ് ആയിട്ടാണ് വരുന്നത്. ദെൻ ലൈവ് അക്കാഡമിക് സെഷൻസ് ഉണ്ട്, അതായത് നിങ്ങൾക്ക് ഓരോരോ ബ്ലോക്ക് തീരുന്നതിനനുസരിച്ച് ടൈം ടേബിൾ പ്രകാരം തന്നെ നമ്മൾ ലൈവ് റിവിഷൻ ക്ലാസ്സസ് നിങ്ങൾക്ക് വേണ്ടിയിട്ട് തരുന്നുണ്ട്. അപ്പൊ ലൈവ് അക്കാഡമിക് സെഷൻസ് ഉണ്ട്. അതുപോലെ തന്നെ ഒഫീഷ്യൽ സ്റ്റഡി മെറ്റീരിയൽസ് ആയിട്ടും ഞങ്ങൾ എന്ത് ചെയ്യുന്നുണ്ട്, നിങ്ങൾക്ക് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ നിങ്ങൾക്ക് ഒരു സപ്പോർട്ട് ആൻഡ് അസസ്മെന്റ് നമ്മൾ നൽകുന്നുണ്ട്. അതായത് അതിന്റെ കൂടെ ഞങ്ങൾ എന്ത് ചെയ്യുന്നുണ്ട്, നിങ്ങൾക്ക് വാല്യൂ ആഡഡ് നോട്ട്, അതായത് നോട്ടിന്റെ ഏറ്റവും ചുരുക്ക രൂപം വാല്യൂ ആഡഡ് നോട്ട് തരുന്നുണ്ട്. അതുപോലെ തന്നെ അസൈൻമെന്റ് ആൻസർ ഗൈഡ് ബുക്കും തരുന്നുണ്ട്. അതായത് ഓരോ വർഷവും റിലീസ് ചെയ്യുന്ന അസൈൻമെന്റ് അനുസരിച്ചിട്ട്, അതായത് അതിന്റെ ക്വസ്റ്റ്യൻസ് അനുസരിച്ചിട്ട് എന്ത് ചെയ്യുന്നുണ്ട്, നമ്മൾ ഓരോ അസൈൻമെന്റ് ആൻസർ ഗൈഡ് ബുക്ക് പ്രിപ്പയർ ചെയ്യുന്നുണ്ട്. അപ്പം അത് നിങ്ങളിലേക്ക് എത്തിക്കുന്നുണ്ട്. അതുപോലെ തന്നെ PYQ അനാലിസിസ്, നിങ്ങൾക്കറിയാം എക്സാം എടുക്കുന്ന സമയത്ത് തന്നെ നിങ്ങൾക്ക് എന്ത് ചെയ്യുന്നുണ്ട്, PYQ അനാലിസിസ്, അതായത് പാസ്റ്റ് 5 ഇയേഴ്സിലെ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസിനെ ബേസ് ചെയ്തുകൊണ്ട് അതിൽ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ബ്ലോക്ക് ചെയ്ത്, ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള യൂണിറ്റ് ചെയ്ത്, ഏതൊക്കെയാണ് ഇമ്പോർട്ടന്റ് ആയിട്ട് വരുന്ന ക്വസ്റ്റ്യൻസ്, റിപ്പീറ്റഡ്ലി വരുന്ന ക്വസ്റ്റ്യൻസ് ഏതൊക്കെയാണ്, എന്തൊക്കെ കവർ ചെയ്യണമെന്ന് പറഞ്ഞുകൊണ്ടുള്ള ഒരു PYQ അനാലിസിസിന്റെ ഒരു വീഡിയോ ലെക്ചേഴ്സും നിങ്ങൾക്ക് തരുന്നുണ്ട്. അതുപോലെ തന്നെ എക്സാമിന് വേണ്ടിയിട്ട് നിങ്ങൾക്ക് എക്സാം സ്പെഷ്യൽ ഗൈഡ് തരുന്നുണ്ട്. അതുപോലെ തന്നെ നിങ്ങൾക്ക് ടഫ് ഉള്ള സബ്ജക്റ്റിന്റെ മോഡൽ എക്സാമും, അതും നിങ്ങൾ അതായത് 3 hours വെച്ചിട്ട് തന്നെ ഒരു സൂം മീറ്റിംഗ് വഴി നിങ്ങൾക്ക് എക്സാം കണ്ടക്ട് ചെയ്യുന്നുണ്ട്. അപ്പം അതുപോലെ തന്നെ എക്സാമിന്, അതായത് നിങ്ങൾക്ക് കുറച്ചും കൂടി ടഫ് ഉള്ള സബ്ജക്ട് ഏതാണെന്ന് നോക്കിക്കൊണ്ട് തന്നെ, അതായത് ഏറ്റവും കൂടുതൽ ഫെയിൽ ആകുന്ന ആൾക്കാർ ഏത് സബ്ജക്റ്റ് ആണെന്ന് അറിഞ്ഞതുകൊണ്ട് തന്നെ നമ്മൾ ചെയ്യുന്നുണ്ട്, പ്രത്യേകം അതിന് വേണ്ടിയിട്ടുള്ള എക്സാം സ്പെഷ്യൽ ലൈവ് സെഷൻസും തരുന്നുണ്ട്. അപ്പം ഇത്രയും കാര്യങ്ങൾ ഞങ്ങൾ നിങ്ങൾക്ക് വേണ്ടി പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അപ്പൊ നിങ്ങൾ എന്ത് ചെയ്യണം, ഇതൊക്കെ മാക്സിമം യൂട്ടിലൈസ് ചെയ്തുകൊണ്ട് ഒരു ബെറ്റർ ഔട്ട്പുട്ട് വേണം ഞങ്ങൾക്ക് തരാൻ വേണ്ടിയിട്ട്. പ്രൈമറി ഇൻപുട്ടും നമ്മൾ തരുന്നുണ്ട്. അപ്പൊ നിങ്ങൾ എന്ത് ചെയ്യുക, ഇതിനനുസരിച്ചിട്ടുള്ള ഒരു ബെറ്റർ ഔട്ട്പുട്ടും ഞങ്ങൾക്ക് തരേണ്ടതുണ്ട്. അതുപോലെ തന്നെ ഇനി നമ്മൾ നോക്കുന്നത് സജസ്റ്റഡ് റിസോഴ്സ് അലൈൻമെന്റ് ആണ്. അതായത് ഇതിൽ റിസോഴ്സ് ടൈപ്പ് കൊടുത്തിട്ടുണ്ട്, ഏതാണ് ബെസ്റ്റ് ഫോർ യൂണിറ്റ് എന്നും ബെസ്റ്റ് ഫോർ ബ്ലോക്ക് എന്നും ബെസ്റ്റ് ഫോർ ഫുൾ കോഴ്സ് ഏതാന്നുള്ളതാണ്. അതിൽ ഫസ്റ്റ് റെക്കോർഡ് ലെക്ചേഴ്സ് എന്ന് പറയുന്നത് ഡീപ് ഡൈവ് ആണ്, എല്ലാ യൂണിറ്റിനും ഡീപ് ഡൈവ് ആണ്. അതുപോലെ തന്നെ ബെസ്റ്റ് ഫോർ ബ്ലോക്ക് എന്ന് പറയുന്നത് സിന്തസിസ് ആണ്. അതുപോലെ തന്നെ ബെസ്റ്റ് ഫോർ ഫുൾ കോഴ്സിന് ഓവർവ്യൂ ആണ്. ദെൻ വാല്യൂ ആഡഡ് നോട്ട്, അതായത് വാൻ എന്ന് പറയുന്നത് ബെസ്റ്റ് ഫോർ യൂണിറ്റിന് നമുക്ക് എന്താണ് പെട്ടെന്ന് മറിച്ച് നോക്കാൻ പറ്റുന്ന ഒരു ക്വിക്ക് റിവ്യൂ ആണ്. അതുപോലെ തന്നെ ബ്ലോക്കിനെ സംബന്ധിച്ചാണെങ്കിൽ അത് ചാപ്റ്റർ സമ്മറീസ് ആണ്, ഓരോ ചാപ്റ്ററിന്റെയും സമ്മറീസ് ആണ്. ദെൻ ബെസ്റ്റ് ഫോർ ഫുൾ കോഴ്സിൽ ജനറൽ റെഫറൻസ് ആണ്. ദെൻ അസൈൻമെന്റ് ഗൈഡ് ബുക്ക്, അതായത് ബെസ്റ്റ് ഫോർ യൂണിറ്റിന് ഇറ്റ് മേ ബി അപ്ലിക്കേഷൻ ലെവലാണ്. ദെൻ ബെസ്റ്റ് ഫോർ ബ്ലോക്ക് എന്ന് പറയുമ്പോൾ നമുക്ക് ക്വസ്റ്റ്യൻ ഫ്രെയിമിംഗ് ആണ്. ദെൻ ബെസ്റ്റ് ഫോർ ഫുൾ കോഴ്സിൽ ഇവാലുവേഷൻ ആണ്. ദെൻ PYQ അനാലിസിസ് നോക്കുന്ന സമയത്ത് ബെസ്റ്റ് ഫോർ യൂണിറ്റ് എന്ന് പറയുന്നത് ട്രെൻഡ് ഐഡന്റിഫിക്കേഷൻ ആണ്. ദെൻ ബെസ്റ്റ് ഫോർ ബ്ലോക്ക് എന്ന് പറയുന്നത് നമ്മുടെ വെയിറ്റേജ് ചെക്കിങ്ങിനാണ്. ദെൻ ബെസ്റ്റ് ഫോർ ഫുൾ കോഴ്സിനാണ് എക്സാം സ്ട്രാറ്റജി എന്നുള്ള രീതിയിൽ നമ്മൾക്ക് PYQ അനാലിസിസ് നമ്മൾ എടുക്കുന്നത്. ഇനി നമ്മൾ നോക്കുന്നത് അഡ്വാൻസ്ഡ് ലേണിംഗ് ആൻഡ് ഗ്രോത്ത് ഫ്രെയിംവർക്ക് ആണ്. അതായത് നമുക്കറിയാം, നമുക്ക് ഓരോ സെമ്മിലും ഓരോരോ ഇയറിലും ആയിട്ട് നമുക്ക് അസൈൻമെന്റ് വരുന്നുണ്ട്, അല്ലെ?
അപ്പം ഈ അസൈൻമെന്റ് എഴുതാനുള്ള ഫുൾ സപ്പോർട്ട്, അതായത് അസൈൻമെന്റ് ക്വസ്റ്റ്യൻസ് നമ്മുടെ സൈറ്റിൽ വരുന്ന സമയത്ത് തന്നെ നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്, നമ്മുടെ ആപ്പിലും അപ്ലോഡ് ചെയ്യുന്നുണ്ട്. ആപ്പിൽ അപ്ലോഡ് ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്ക് അസൈൻമെന്റ് ഗൈഡ് ബുക്ക് നോക്കിയിട്ടാണ് നിങ്ങൾ അസൈൻമെന്റ് പ്രിപ്പയർ ചെയ്യുന്നത്. അത് കൂടാതെ നിങ്ങൾ എന്ത് ചെയ്യണം, എക്സ്ട്രാ പോയിന്റ്സും കൂടി ആഡ് ഓൺ ചെയ്യേണ്ടതുണ്ട്. കാരണം മാർക്ക് ഉള്ളതാണ്. നമുക്കൊരു അസൈൻമെന്റ് എന്ന് പറയുന്നത് മിനിമം 35 പേജസ്, മാക്സിമം 40 പേജസ് ഓർ 45 പേജസിനുള്ളിലായിരിക്കണം അസൈൻമെന്റ് നമ്മൾ എഴുതേണ്ടത്. അതുപോലെ തന്നെ അതിന്റെ ജനറൽ ക്രൈറ്റീരിയ കാര്യങ്ങളൊക്കെ ഉണ്ട്. നമ്മൾ അസൈൻമെന്റ് എഴുതുന്ന സമയത്ത് നമ്മുടെ സ്റ്റഡി സെന്ററുമായിട്ട് കണക്ട് ചെയ്തിട്ടും കൂടി വേണം നമ്മൾ അസൈൻമെന്റ് എഴുതാൻ വേണ്ടിയിട്ട്. അതുപോലെ തന്നെ ഗൈഡ് ബുക്കിലെ ആൻസേഴ്സും നമ്മുടെ ആയിട്ടുള്ള ഓൺ പോയിന്റിൽ എഴുതുവാണെങ്കിൽ കുറച്ചും കൂടി ബെറ്റർ ആയിരിക്കും. അതുപോലെ തന്നെ നിങ്ങൾക്ക് നമ്മുടെ ആപ്പിൽ തന്നെ കാണാൻ പറ്റും നിങ്ങളുടെ ഇംഗ്ലീഷ് ലാംഗ്വേജ് ഒക്കെ ഇംപ്രൂവ് ചെയ്യാൻ വേണ്ടിയിട്ടും, അതുപോലെ തന്നെ നിങ്ങളുടെ കരിക്കുലം, അതുപോലെ തന്നെ നിങ്ങളുടെ പ്രൊഫഷണൽ സ്കില്ലൊക്കെ എൻഗേജ്, അതായത് എൻഹാൻസ് ചെയ്യാൻ വേണ്ടിയിട്ടും നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ട്, ഓരോ പ്രോഗ്രാംസ് ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട്. അപ്പം ഇനി കണ്ടില്ലാത്തവരാണെങ്കിൽ ഒന്നുകൂടി ഒന്ന് ചെക്ക് ചെയ്യാം. നമ്മുടെ ആപ്പിൽ EEP സെഷൻ എന്ന് പറഞ്ഞിട്ട്, അതായത് ഇംഗ്ലീഷ് എൻറിച്ച്മെന്റ് പ്രോഗ്രാം എന്ന് പറഞ്ഞിട്ട് ഒരു പ്രോഗ്രാം സെഷൻസ് കൂടി ഉണ്ട്. അതിൽ അഡ്വാൻസ് ലെവലും അതുപോലെ തന്നെ പ്രൈമറി ലെവൽ, ബേസ് ലെവലും ആയിട്ടാണ് ഉള്ളത്. അപ്പൊ നിങ്ങളുടെ ഇംഗ്ലീഷ് ലാംഗ്വേജ് നിങ്ങൾക്ക് ഇംപ്രൂവ് ചെയ്യാൻ ആഗ്രഹം ഉണ്ടെങ്കിൽ, അതായത് നിങ്ങളെല്ലാം ഓക്കെ ആണെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യുക, അഡ്വാൻസ് ലെവലിൽ നിന്നുള്ള വീഡിയോസ് കാണാം. ഇനി നിങ്ങൾക്ക് ബേസിക് തൊട്ടൊന്ന് അറിയണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യുക, പ്രൈമറി വീഡിയോ എന്ന് പറഞ്ഞിട്ട് ബേസ് ലെവൽ വീഡിയോസ് ഉണ്ട്. അപ്പൊ ആ ബേസ് ലെവൽ വീഡിയോ കാണാം. അതിനുശേഷം അഡ്വാൻസിലേക്ക് എത്തുന്ന രീതിയിൽ നമ്മൾ എന്ത് ചെയ്യുക, പ്രാക്ടീസ് ചെയ്യാം. അതുപോലെ തന്നെ വെൽബീയിങ് സപ്പോർട്ടായിട്ട്, അതായത് നിങ്ങൾക്ക് എക്സാം ടൈമിൽ നമുക്കറിയാം ഓരോരുത്തർക്കും ആൻസൈറ്റിയും ടെൻഷനും ഒക്കെ കൂടുന്ന ടൈമാണ് അല്ലേ എക്സാം ടൈം എന്ന് പറയുന്നത്. അപ്പം ആ ഒരു ടൈമിൽ നിങ്ങൾക്ക് ഒരു മെന്റലി ഒരു റിലീഫ് വേണമെന്നുണ്ടെങ്കിൽ, അതായത് നമ്മുടെ ഒരു മെന്റൽ സപ്പോർട്ട് നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ നമ്മുടെ ഹാപ്പിനെസ് അംബാസിഡേഴ്സ് അവൈലബിൾ ആണ്. അതുപോലെ തന്നെ നിങ്ങൾ ഏതെങ്കിലും സിറ്റുവേഷനിൽ നിങ്ങൾ എവിടെയെങ്കിലും തളർന്നു പോവുകയാണെങ്കിൽ, അതായത് നിങ്ങൾക്ക് പറ്റുന്നില്ല എന്ന് കാണുവാണെങ്കിൽ നിങ്ങൾക്ക് ഞങ്ങളെ കണക്ട് ചെയ്യാം. കണക്ട് ചെയ്തിട്ട് ഞങ്ങളുടെ ഹാപ്പിനെസ് അംബാസിഡേഴ്സുമായിട്ട് സംസാരിക്കാം. അതിനുള്ള ഫെസിലിറ്റിയും കാര്യങ്ങളും ഒക്കെ ഞങ്ങൾ നിങ്ങൾക്ക് വേണ്ടി പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ നമ്മൾ ഇനി നോക്കുന്നത് കീ ടേക്ക് അവേസ് ആണ്. അതായത് ഇത്രയും സമയം നമ്മൾ എന്തൊക്കെയാണ് പറഞ്ഞത് എന്നുള്ളതാണ് നമ്മൾ നോക്കുന്നത്. ഇതിലൂടെ ഈ ഒരു സെഷനിലൂടെ നിങ്ങൾക്ക് എന്തൊക്കെയാണ് ഇന്ന് കിട്ടിയത് എന്നുള്ളതാണ് നമ്മൾ നോക്കുന്നത്. അതായത് നിങ്ങൾക്ക് ഇപ്പൊ മനസ്സിലായിട്ടുണ്ടാകും MCOM സെക്കൻഡ് ഇയറിൽ, അതായത് നിങ്ങൾക്ക് 40 ക്രെഡിറ്റ് ആണുള്ളത്. അതുപോലെ തന്നെ 7 മേജർ കോഴ്സസ് ആണുള്ളത്. അതായത് ഒരു വോളിയം അവയർനെസ്, അതായത് ഓരോ ബ്ലോക്കിനെ പറ്റിയിട്ടും ഓരോ യൂണിറ്റിനെ പറ്റിയിട്ടുള്ള ഒരു വോളിയം അവയർനെസ് നിങ്ങൾക്ക് കിട്ടിയിട്ടുണ്ടാവും. അതുപോലെ തന്നെ ഒരു സ്ട്രക്ചറൽ ക്ലാരിറ്റി കിട്ടിയിട്ടുണ്ടാവും. അതായത് ഓരോരോ സിലബസ് എന്താണ്, അതുപോലെ തന്നെ എന്തൊക്കെ പേപ്പർ ആണ്, ഓരോരോ ബ്ലോക്ക് ഏതൊക്കെയാണ്, ഏതൊക്കെ യൂണിറ്റ് ആണ് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ളത്, അതുപോലെ തന്നെ തിയറി പേപ്പർ ഏതാണ്, അങ്ങനെയുള്ള കാര്യങ്ങളെ പറ്റിയിട്ടുള്ള ഒരു സ്ട്രക്ചറൽ ക്ലാരിറ്റി കിട്ടിക്കാണെന്ന് വിചാരിക്കുന്നു. അതുപോലെ തന്നെ അപ്ലൈഡ് ഇന്റഗ്രേഷൻ, അതായത് അപ്ലൈഡ് ഇന്റഗ്രേഷൻ എന്ന് പറയുന്നത്, അതായത് നിങ്ങൾ എന്ത് ചെയ്യുന്നു, നിങ്ങളുടെ പഠിത്തത്തിന് കൂടെ തന്നെ നിങ്ങൾ എന്ത് ചെയ്യുന്നുണ്ട്, പ്രോജക്റ്റും കൂടി ചെയ്യുന്നുണ്ട് അല്ലെ. അതായത് നിങ്ങളുടെ ഒരു ഇൻപുട്ട് നിങ്ങൾ ഇടുന്നത് കൂടെ നിങ്ങൾ എന്ത് ചെയ്യുന്നു, അപ്ലൈഡ് ആയിട്ട് ഒരു പ്രാക്ടിക്കൽ സെഷനും കൂടി നിങ്ങൾ എന്ത് ചെയ്യുന്നുണ്ട്, ഇവിടെ ചെയ്യുന്നുണ്ട്. അതാണ് അപ്ലൈഡ് ഇന്റഗ്രേഷൻ എന്ന് പറയുന്നത്. അപ്പോൾ അതിനെ പറ്റിയിട്ടും നിങ്ങൾക്ക് ഒരു ഐഡിയ കിട്ടിയിട്ടുണ്ടാവും എന്ന് ഞാൻ വിചാരിക്കുന്നു. അതുപോലെ തന്നെ റിസോഴ്സ് മാപ്പിംഗ് എന്ന് പറയുമ്പോൾ നിങ്ങൾക്ക് ഓൾറെഡി ഞാൻ പറഞ്ഞു ഓരോരോ സബ്ജക്റ്റും, അതായത് ഓരോരോ ബ്ലോക്കും ഓരോരോ യൂണിറ്റും മനസ്സിലായിട്ടുണ്ടാവും. അതുപോലെ തന്നെ ഏതൊക്കെ എക്സാം ടൂൾസ് ആണ് നമ്മൾ യൂസ് ചെയ്യുന്നത് എന്നുള്ളത്, അതുപോലെ തന്നെ എക്സാമിന് വേണ്ടി നമ്മൾ പ്രിപ്പയർ ചെയ്യുന്ന സമയത്ത് എന്തൊക്കെ മെറ്റീരിയൽ ആണ് നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നത് എന്നുള്ള കാര്യങ്ങളും ഒക്കെ മനസ്സിലായിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു. ഇത്രയാണ് ഇന്ന് ഈ സെഷനിലൂടെ ഞങ്ങൾ നിങ്ങൾക്ക് വേണ്ടി കൺവേ ചെയ്യുന്നത്. അപ്പം നിങ്ങൾക്ക് ആർക്കെങ്കിലും ഇനി എന്തെങ്കിലും സജഷൻസോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ ഞങ്ങളുമായിട്ട് ഷെയർ ചെയ്യാം. ആരെങ്കിലും ഒരു ഫീഡ്ബാക്കോ കാര്യങ്ങളോ പറയുകയാണെങ്കിൽ കുറച്ചും കൂടി ബെറ്റർ ആയിരിക്കും. അപ്പൊ ഇത്രയും കാര്യങ്ങളാണ് ഞങ്ങൾക്ക് നിങ്ങളോട് ഡിസ്കസ് ചെയ്യാനുള്ളത്. എനിവേ, താങ്ക് യു.